പേടിയില്ലാത്തതുകൊണ്ടാണ് ഈ പലിശയുടെ മുകളിൽ പലിശയുടെ ലോൺ എടുത്ത് വണ്ടി എടുത്ത് അടിച്ച് പൊളിക്കുകയാണ് നമ്മൾ. ഒരു പേടിയില്ല. ലോൺ എടുക്കുക 50 ലക്ഷത്തിന് 40 ലക്ഷത്തിനൊക്കെ വണ്ടി എടുക്കുന്നതിനൊന്നും ഒരു പേടിയില്ല. ലോൺ എടുക്കുന്നതിനൊന്നും നമ്മുടെ മുസ്ലിം സമുദായത്തിന് ഈ ലോൺ എടുക്കാൻ ഒരു പേടിയില്ല എന്ന് പറഞ്ഞാല് എന്താ എൻ്റെ പൊന്നു സുഹൃത്തെ അതിൻ്റെ അർത്ഥം? ആഖിറത്തെ പേടിയില്ല. ഇതിന്റെ ഗൗരവം ഒരു ദിവസം ഞാൻ പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ്. എന്താ പലിശ എന്നുള്ളത് പറഞ്ഞു തരും. എൻ്റെ ബാധ്യതയാണല്ലോ പറയണമെന്നുള്ളത്. മനസ്സിലാക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞതാണ് ഇതെല്ലാം സമുദായത്തിന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടാണ്. സൂറത്തുൽ ബഖറയിലെ വലിയ ആയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് മാന്യമായി ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്ത് നമുക്ക് ഓടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിന്റെ പകുതി പൈസയും കൊണ്ട് ലോൺ അവിടെ അടച്ചിട്ട് ബാക്കി ലോണിലൂടെ EMI എന്നും പറഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും നമ്മൾ ലോണിലൂടെയാണ് ഓടുന്നത്. എന്താ അതിന്റെ അർത്ഥം? എന്നിട്ട് ആ ലോൺ വണ്ടിയിൽ നിസ്കരിക്കാൻ വരും. ലോൺ വണ്ടി എടുത്തിട്ട് ആദ്യം പള്ളിയിലാണ് കൊണ്ടുവരുന്നത്. ഉസ്താദിനെ കൊണ്ട് വാദ്യ ഓതിപ്പിച്ച് അതിനകത്ത് ഊതും. എന്നിട്ട് ദുആയും ചെയ്യിപ്പിക്കും. ഉസ്താദിന് 1000 രൂപ 500 രൂപ കൈമടം കൊടുക്കും. നമ്മൾ ചോദിക്കൂല ലോണാന്ന്, കാരണം ചോദിച്ചിട്ട് അവരെ ഇടങ്ങാറാക്കണ്ടല്ലോ. നമുക്ക് ഇടങ്ങാറാക്കാൻ പറ്റും? ചോദിക്കാൻ പറ്റുമോ? എന്തിനാ അതിന്റെ ആവശ്യം എന്താ? എന്നിട്ട് ഇവിടെ നിന്ന് ഓതിയ അതിന്റെ ഫായിദ എന്താ? അതായത് പട്ടച്ചാരായി എടുത്തിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് കുടിക്കുന്ന പോലെ ഉണ്ട്. ഇരുന്ന് അതവോടുകൂടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 3 മുടക്കാട്ട് കുടിച്ചു കഴിഞ്ഞ് അൽഹംദുലില്ലാഹ്. അതുപോലെ ഉണ്ടല്ലോ. അതുപോലെ അല്ലേ ലോൺ എടുത്ത് വണ്ടി എടുത്തിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ ഉസ്താദിനെ കൊണ്ടുവന്ന് വാദ്യ ദ്വാരപ്പിച്ച്. അല്ലാഹു അലം. നമ്മൾ സൂക്ഷിക്കുക ഹബീബെ. ഇതൊക്കെ ഇന്നത്തെ സാഹചര്യം. അത് നബിതങ്ങൾ പറഞ്ഞ ഒരു കാലം വരും, ഇതിനകത്ത് എൻ്റെ സമുദായം ലയിച്ചു പോകും, വീണുപോകും. അത് സൂക്ഷിക്കണമെന്ന് നബിതങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ട് കഴിവത് സൂക്ഷിക്കും. നല്ലൊരു വണ്ടിയൊക്കെ ഇന്ന് നല്ല വില കുറച്ച് സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെ കിട്ടും. നമ്മൾ എന്തിനായാലും ആളുകൾക്കൊന്നും പേടിയില്ല. മോളുടെ കല്യാണത്തിന് ബുക്ക് ചെയ്തിട്ടേക്കാണ്. എൻ്റെ ഹെഡ് ക്രോസ ഹൈബ്രിഡിന്റെ 40 ലക്ഷം 50 ലക്ഷത്തിനൊക്കെ വാപ്പ 10 ലക്ഷം കൊടുത്ത് ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി മോടെ കല്യാണത്തിന് ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിൽ ബൊക്കയൊക്കെ വെച്ചിട്ട് ഈ സാധനം വരും. പലിശയുടെ ഏറ്റവും വലിയ ഷൈത്താൻ ഇങ്ങനെ വന്ന് നിൽക്കുന്ന കാണാം. ഈ ഷൈത്താൻ അകത്തോട്ട് കയറ്റി 2 കുട്ടി ഷൈത്താങ്ങളെ കയറ്റി ഇരുത്തിയിട്ട് പോയി നേരെ മാതാപിതാക്കൾ. അതുകൊണ്ടാണ് മാതാപിതാക്കൾ മക്കളെ ആഖിറത്തെ കുറിച്ച് ഒരു വണ്ടി മേടിച്ചു കൊടുത്തോ, ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിച്ചു കൊടു. വേണ്ടാന്ന് മക്കൾ ഇന്ന് സന്തോഷമായിട്ട് അവർ യാത്ര ചെയ്യട്ടെ, അവർ റാഹത്തായിട്ട് യാത്ര ചെയ്യട്ടെ. ബസ്സിനകത്തൊക്കെ തള്ളി പിടിച്ച് എടുത്തൊന്നും പോണ്ട. ഒരു 5 ലക്ഷം രൂപ എടുത്ത് നല്ല വണ്ടി കിട്ടൂലേ? ഒരു 10 ലക്ഷം രൂപ എടുത്തൊരു നല്ല വണ്ടി കിട്ടൂലേ? ഹജിയാരെ, നിങ്ങൾ ഈ 50 ലക്ഷത്തിന് ലോണൊക്കെ എടുത്തിട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഈ ലോൺ എടുത്തുള്ള കച്ചവടം, ലോൺ എടുത്തുള്ള ബിസിനസ്, ലോൺ എടുത്തുള്ള പഠിപ്പ്, ഇതൊന്നും ഹൈറായിട്ട് അവസാനിച്ചായിട്ട് നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. ലോൺ എടുത്ത് കച്ചവടം ചെയ്ത് രക്ഷപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജുമ്മാ കഴിഞ്ഞ് എന്നെ ഒന്ന് കാണണേ ഇൻഷാ അല്ലാഹ്. ഞാൻ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. വിഷമവും പ്രയാസമാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളത്. കച്ചവടത്തെ കുറിച്ച് നഷ്ടമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വരും. ഞാൻ ഓരോന്നിങ്ങനെ സ്കാൻ ചെയ്ത് ലാസ്റ്റ് എത്തുമ്പം സംഭവത്തിന്റെ റഅസുൽ മാൽ തുടക്കം ഇതായിരുന്നു. അതാണ് അതിന്റെ കാരണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതാണ് അതിന്റെ കാരണം. നിങ്ങൾ ഉള്ളത് കൊണ്ട് ഖൈർ കൊണ്ട് ബർക്കത്തോടെ നിങ്ങൾ തുടങ്ങി നോക്ക്. അതില് ഹറാമിന്റെ അംശമില്ലാത്ത പണമാണെങ്കിൽ അതിൽ വലിയ ബർക്കത്താണ്, അതുള്ളതിൽ വലിയ ഖൈറാണ്. അപ്പൊ എൻ്റെ ഒരു വിശ്വാസം ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ഈ ലോൺ എടുക്കാൻ പോകുന്നത് ആഖിറത്തെ കുറിച്ച് വിശ്വാസം ഇല്ല എന്നാണ് അർത്ഥം. പണയം വെക്കാൻ പോകും. ഈ സ്വർണം എന്തിനു പണയം വെക്കണം? അങ്ങ് വിക്ക്, എന്നിട്ട് പുതിയ സ്വർണം വാങ്ങ. അടുത്ത പ്രാവശ്യം 40,000 രൂപ കൊണ്ട് പണയം വെക്കും. ആ പോയ വഴി പുല്ല് പോലും കുളിക്കൂല. ഇവൻ പിന്നെ 2 വർഷം കഴിഞ്ഞാൽ തിരിച്ചു വന്നു. അപ്പൊ എത്രയായി? 1,20,000. 40,000 രൂപയുടെ സാധനത്തിന് 1,20,000 കൊടുത്താലേ അവൻ തരുള്ളൂ. ഇവൻ പിന്നെ പോയി മന്ത്രിയെ MLA എല്ലാം പോയി കണ്ട് വേളൊക്കെ ഉണ്ടാക്കുമ്പോൾ അവര് ഫോൺ വിളിക്കുമ്പോൾ ഒരു 20,000 കുറച്ച് കൊടുക്കും. പിന്നെ 60,000 കൊടുക്കട്ടെ. ഈ 60,000 കൊടുത്ത ഒരു സ്വർണ്ണം ഇപ്പൊ കിട്ടൂലേ? എന്തിനായി പണിക്ക് പോകുന്നത്? നിങ്ങൾക്ക് അത്യാവശ്യമുണ്ട്, നിങ്ങൾ അങ്ങ് വിക്ക്. ഒരു ചെറിയ മോതിരല്ലേ വിക്ക്, നിനക്ക് കൂടുതൽ പൈസ കിട്ടും. നിങ്ങൾ വാങ്ങ്. അടുത്ത പ്രാവശ്യം പോയി. ഉസ്താദെ വിറ്റാ പിന്നെ എടുക്കാൻ പറ്റൂല. ലോൺ ഇതാകുമ്പോൾ നമ്മൾ എടുക്കും എന്നുള്ളൊരു ഓർമ്മ വരും. എടുക്കും എന്നുള്ളൊരു ഓർമ്മ വരും. മയ്യത്ത് എടുക്കുന്നത് വരെ ഓർമ്മ വരും, പക്ഷെ എടുക്കൂല. അവന്റെ മയ്യത്തെടുത്താലും ഈ സാധനം ബാങ്കിൽ നിന്ന് എടുക്കൂല. അതാണ് അതിന്റെ അർത്ഥം. അതിന്റെ നല്ല പർദ്ദയിട്ട ബാങ്കില് പണയത്തിന്റെ സ്ഥലത്ത് ഞാൻ ഇതിലെക്കൊണ്ട് പോകുമ്പോൾ കാണാം, പർദ്ദയിട്ട പെണ്ണുങ്ങൾ നിൽക്കുകയാണ്. എന്താ പർദ്ദ? മലക്കുൽ മൗത്ത് നോക്കിയാൽ പോലും കാണാൻ പറ്റൂല.
ആ രീതിയിൽ മൂടിയിട്ട് കിടക്കുകയാണ്. ലോൺ എടുക്കാൻ വന്നിരിക്കുകയാണ്, പണയം വെക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എന്താ ഇതൊക്കെ ഇതൊക്കെ നമുക്ക് ചിരിയാ വരിക. ഇതാണ് നമുക്ക് ചിരിയാ. അപ്പൊ നിങ്ങളൊക്കെ വിചാരിച്ചു നമ്മളൊക്കെ ഹബീബെ നമ്മളത് എല്ലാം ഉള്ളത് കൊണ്ട് ജീവിക്കണം, നമ്മൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ജീവിക്കാൻ നോക്ക്, പരിശ്രമിച്ചു നോക്ക്. നമ്മൾ ഈ കൂടുതൽ ആഡംബരങ്ങളിലേക്ക് പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങളും ടെൻഷനും ഒക്കെ. ഈ ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പൈസ കിട്ടിയാൽ സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റുമോ? ഇവന്മാര് കയറി ഇറങ്ങി ഉള്ള പൈസ മൊത്തം നമ്മുടെ തലയിൽ കൊണ്ട് കെട്ടിവെച്ച് തരും ഈ ബാങ്കുകാരന്മാര്. പിന്നെ അത് കഴിഞ്ഞിട്ട് സാറേ ഡേറ്റായി, സാറേ അടയ്ക്കാൻ സമയമായി, സാറേ ആദ്യമൊക്കെ 6 മാസം സാറേ റാഹത്ത്. അത് കഴിഞ്ഞ പിന്നെ അവസാനം സുബൈ കഴിഞ്ഞ് നോക്കുമ്പോൾ വണ്ടിയും കാണത്തില്ല, അവിടെ വീടും കാണില്ല, ഫ്രണ്ടിൽ വലിയൊരു പൂട്ടും കാണും ഗോദ്രേജിന്റെ. ബാക്കിയെല്ലാം അകത്ത് കിടക്കണം. അതുകൊണ്ട് ടെൻഷൻ കൂടത്തേ ഉള്ളൂ. കച്ചവടത്തിലും ജീവിതത്തിലും ബർക്കത്തുണ്ടാവൂല. എടുത്തവരും ചെയ്തവരും എങ്ങനെയെങ്കിലും വിഡ്രോ ചെയ്യാൻ നോക്കും. പതുക്കെ ഒഴിവാക്കിയിട്ട് അള്ളാഹുടെ പൊരുത്തം വാങ്ങും. ഇത് ആഖിറത്തിനെ പേടിക്കാൻ വേണ്ടി പറയണം, അല്ല നിങ്ങളെ ആരെയും വിഷമിപ്പിക്കാൻ പറയല്ല കേട്ടോ. ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറയല്ല. നമ്മളെല്ലാം അതിൽ കുടുങ്ങിയവരാണ്. പക്ഷെ ആ കുടുക്ക് എടുത്ത് കളഞ്ഞിട്ട് ആഖിറത്തിൽ നാളെ ഇതിന് ചോദ്യം ഉണ്ടാവും. അതിന് മറുപടി പറയാൻ നിങ്ങളെ കൊണ്ട് കെപ്പും അതിനുള്ള കഴിവുണ്ടോ? അൽഹംദുലില്ലാ, നിങ്ങൾ ഏറ്റെടുത്തോളി. ഇല്ല എങ്കിൽ ദയവ് ചെയ്ത് മരിക്കുന്നതിന് മുമ്പ് ഈ ഇടപാടുകൾ തീർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ ഉൽഫിയന്ന അഹദകും യജിഉ യൗമൽ ഖിയാമ അലാ റഖബതിഹി നഫസുൻ ലഹാ സിയാഹ്. നിലവിളിക്കുന്ന ചില ശരീരങ്ങളും ചില ആത്മാക്കളുമായി ചില ആളുകൾ നാളെ എന്നെ കണ്ടുമുട്ടാൻ വേണ്ടി വരും. ഐ തതഹഖഖുൽ ഹുഖൂഖ് ഐ തതഹറഖുൽ ഹുഖൂഖ് അലാ റഖബതിഹി. ദുനിയാവിലത്തെ ഇടപാടുകൾ അവന്റെ തലയിൽ കിടന്ന് ചർച്ച ചെയ്ത് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇടപാടുകൾ പൂർത്തീകരിക്കാൻ കഴിയാതെ മടങ്ങി വരുന്ന എന്നെ കണ്ടുമുട്ടാൻ ആഖിറത്തിൽ എന്നോട് ശുപാർശയ്ക്ക് വേണ്ടി വരുന്ന ചില ആളുകളുണ്ട്. അവരെ ഞാൻ ആഖിറത്തിൽ കണ്ടുമുട്ടാതിരിക്കട്ടെ. ലാ ഉൽഫിയന്ന അഹദകും യജിഉ യൗമൽ ഖിയാമ. അതാണ് ആഖിറം. വലിയ ഒരു സംഭവമാണ്. എല്ലാം വന്ന് സംഗമിക്കുന്ന സ്ഥലമാണ്. അവിടെ വെച്ചാണ് കല്ലും നെല്ലും തിരിച്ച് അല്ലാഹു തആല സ്വർഗത്തിലേക്ക് വിടുന്നതും നരകത്തിലേക്ക് വിടുന്നതും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ ഞാൻ കണ്ടുമുട്ടാതിരിക്കട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി പറഞ്ഞു. നമ്മളേത് ബാങ്കുകാരനല്ലേ, അല്ലെങ്കിൽ കാഫിറിനല്ലേ, നസ്രാണിക്കല്ലേ, യഹൂദനല്ലേ, അവനൊക്കെ വാങ്ങിയിട്ട് കൊടുക്കരുത്, പ്രശ്നമില്ല എന്നൊക്കെ നമ്മൾ മസല പറയും. പക്ഷെ ആഖിറത്തിലെത്തുമ്പോൾ ഈ മസല പറഞ്ഞു തന്നവനും കാണൂല, ഇതിന് ഇടയ്ക്ക് നിന്ന ബ്രോക്കറും ദല്ലാളും കാണൂല, ഇത് വാങ്ങിയവനും തിന്നവനും കാണൂല. നമ്മൾ തന്നെ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും. ഓരോരുത്തർക്കും അവരവരുടെ തന്നെ ആത്മാർത്ഥ, അവരുടെ തന്നെ നഫ്സായിരിക്കും. അവർ തന്നെ നാളെ മറുപടി പറയേണ്ടി വരും ആഖിറത്തിൽ. അതുകൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കി ജീവിക്കും.